അതല്ലേ അഷ്ന വന്നപ്പോ കണ്ടോ രണ്ടുപേർക്ക് ഇൻട്രോ വരെ മാറിപ്പോയി കണ്ട നിങ്ങൾ തമ്മിൽ തെറ്റി. ഇല്ല സംഭവം ഞങ്ങള് മുന്നേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെയൊക്കെ പറയാം. ഹലോ ഗൈസ് അഷ്ന പോയപ്പോ എന്നെ പകുതിയാക്കി, അതാണ് കാര്യം. ഗൈസ് ഇന്നത്തെ എവിടെ നിന്ന് എടുക്കണമെന്നുണ്ട അഷ്നയുടെ വീട്ടിൽ നിന്ന്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. ഈ വീട്ടിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഇന്നത്തെ കടല് നമ്മള് അഷ്ടേജ് കഴിഞ്ഞാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. അഷ്ടയ്ക്ക് ഒരു ഡ്രീം ബെഡ്റൂം. അഷ്ടേജ് എക്സ്പെക്ട് ചെയ്യാത്ത ആ ലെവൽ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ഫ്ലൈ എമിറേറ്റ്സ് ആണോ എന്ത് വേണോ ആര് ഇതിനേക്കാൾ ടോപ്പ്. അത് ഫ്ലൈറ്റ് അല്ലേ? അതെങ്ങനെ ഇരിക്കും എനിക്കറിയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അഷ്ടേജിക്ക് ഡ്രീം ബെഡ്റൂം ആണേൽ എന്തൊക്കെ വേണമെന്നാണ് ഒരു കട്ടിൽ ഒരു ഷീറ്റില്ലേ? നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, എന്തൊരു സഹകരണം. നല്ലൊരു കിടക്ക, നല്ല ഒരു ബെഡ്, നല്ല നല്ല AC, ഒരു വലിയ മിറർ, പിന്നെ എന്റെ സാധനങ്ങളൊക്കെ നടുക്കി പറക്കി വെച്ചാൽ അത്രയും നല്ലത്. അഷ്ന പറയുന്ന കൺസെപ്റ്റില് ആനി ഇന്റീരിയർ ചെയ്ത് കൊടുക്കും ഇല്ലേ? ആനി എനിക്ക് അശ്നേജി വേണ്ടിട്ട് അമ്മാതിരിക്കുന്ന ബെഡ്റൂം നമ്മൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അമ്മ അതിലുള്ള ബെഡ്റൂം ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മള് ഈ റൂമിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫൈനൽ ഡിസിഷൻ അഷ്ന പറഞ്ഞു അഷ്നക്ക് ഈ റൂം മതിയെന്ന്. ഇത് ഏത് റൂമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ പഴയ യൂട്യൂബ് റൂമാണ് ഗൈസ് ഇത്. ഗൈസ് യൂട്യൂബിന്റെ തുടക്കത്തിൽ നിന്നാണ് അഷ്നയ്ക്ക് അവിടെ തന്നെ ഒരു റൂം. എന്തല്ലേ? അപ്പൊ നമ്മള് ക്ലയന്റ് ഭയങ്കര എല്ലാ തരം ക്ലയന്റ്സിനെ നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം. നമ്മൾ ഇത് ഉണ്ടാക്കുന്നവരെ അഷ്ന ഇവിടെ നിൽക്കാൻ പാടില്ല. ഗെറ്റ് ഔട്ട്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കും. ഫൈനൽ ഔട്ട് കാണാൻ വേണ്ടിട്ട് നിന്നെ വിളിക്കും. ഒരു വീഡിയോ എടുക്കുന്ന ബോധം കാണില്ല, കിടന്ന് ഉറങ്ങണമൊക്കെ. ആ ശരി എന്നാ. നമ്മള് പണ്ട് ചെയ്തതാണ് ഇതൊക്കെ. സിൽവർ ബട്ടൺ ഗോൾഡൻ ബട്ടൺ ഒക്കെ വെച്ചിരുന്ന ഒരു സ്ഥലം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത് അതിന്റെ പാടുകളൊക്കെയാണ് ഗൈസ് ഇത്. പണ്ട് നമുക്ക് മൈക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഇവിടെ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് മോഡ് ആയിരുന്നു ഇത്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ കണ്ടോ ഇരിക്കുന്നത്. റൂമിൽ ആദ്യം അറിയാമോ, ഫൈനൽ ഔട്ട് കാണുന്നവരെ അഷ്ട കാണാൻ പാടില്ല. ക്ലീനിങ്ങിൽ ഇങ്ങനെയല്ല. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഗൈസ് ഈ ഫുൾ റൂം നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം നമ്മൾ എല്ലാ പരിപാടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഉള്ള പെയിന്റുള്ള സാധനങ്ങളെല്ലാം ഉരച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കണം. ഇല്ല അതിന് മുന്നേ അഷ്ടേജിന് പറഞ്ഞു അവളുടെ വീട്ടിൽ വന്നിട്ട് അവളെ പറഞ്ഞു വിടാൻ. നമ്മള് പെയിന്റ് നോക്കാനാണ് വന്നത്. ഇപ്പൊ തിരിഞ്ഞില്ല. പെയിന്റ് നോക്കാനാന്ന് ഗൈസ് നമ്മളിപ്പോ കളറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓക്കെ കണ്ണടച്ചിരുന്നത് ഓട്ടോ കണ്ടിട്ട് നിങ്ങൾ കാണുന്നു. നമ്മൾ ഈ പാലറ്റിൽ നിന്ന് ഈ ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ഒരിക്കലും കൂടെ ഞാൻ കളറിൽ പുറത്തോട്ട് കാണാം, അപ്പൊ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ക്യാബ് ഡിസൈൻ അബിൻ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം, ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ എന്തിന്റെ അളവാണ് ആദ്യം എടുക്കേണ്ടത്? കർട്ടൻ എടുക്കേണ്ട അളവ് എടുക്കണം. ബെഡിന്റെ സൈസിന്റെ അളവ് എടുക്കണം.
This is the measuring tape. അശ്വ ചേച്ചി got. ഇതേ ഉള്ളൂ, മറ്റില്ല. അപ്പൊ ഹിപ്പ് സൈസ് ശവപ്പെട്ടിയുടെ ഇന്റീരിയറാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതെങ്ങനെ പറയാം, നിങ്ങൾ രണ്ടുപേരെക്കാൾ കുറച്ച് നല്ല പൊക്കത്തിലുള്ള ഒരു ഇത് നോക്കിയെടുത്താണ്. ചെറിയ നമ്മളാണെങ്കിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ച് ക്രിയേറ്റീവായിട്ടല്ല, നമ്മുടെ തീമിനനുസരിച്ചിട്ടുള്ളത്. ഗൈസ്, ഈ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല സാധനം. എടുത്താലോ? ഞാനാണെങ്കിൽ ഇതൊക്കെ എടുത്ത് വെച്ചേനെ, ഈ പീസൊക്കെ കണ്ടോ. ഒരു സാധനം ഇവിടെ കണ്ടേ, ഇത് നോക്ക്, നല്ല ഒരു സാധനം, നല്ല കളർഫുൾ ഒരു ഈസ്തറ്റിക് സാധനമേ. പക്ഷെ ഇത് വെച്ച അശ്വിനിച്ച് രാത്രി പേടിച്ചു. അത് റൂമിൽ വെക്കാൻ നൈസ് സാധനമാണ്, പക്ഷെ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ കർട്ടൻ എടുത്തു, ബെഡ് എടുത്തു, ഷീറ്റ് എടുത്തു, എല്ലാം എടുത്തു. ഏകദേശം സാധനങ്ങൾ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആയി. എനിക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്തൊക്കെയാ എടുത്തിട്ടുള്ളതെന്ന്. പിള്ളേർ കാര്യമായിട്ട് എന്തോ ചെയ്യണം. നമ്മൾ ആ റൂം ഇത്ര കാലിയായിട്ടാണ് കിടന്നത്, അപ്പൊ നമ്മൾ ഫുൾഫിൽ ആക്കണം. ആമെന്ന് തോന്നണം. വെയിറ്റിംഗ് അശ്വതി, വെയിറ്റിംഗ് വെയിറ്റിംഗ്. ഒരു പാവത്തിന് ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം മേടിക്കാൻ പോയത്. ഈ വൈബ് എല്ലാം സെറ്റാക്കും. ഗൈസ്, അങ്ങനെ അടുത്ത ദിവസമായി ഇപ്പൊ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ്, പെയിന്റിങ് തീരാറായി. പെയിന്റിങ് തീരാറായി. എന്നിട്ട് നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം അശ്നയ്ക്കത്. നമ്മൾ ഇന്നലെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. വേറൊരു സാധനം നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ കാറിനകത്ത് സാധനം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല ഗൈസ്, എല്ലാം കാറിനകത്ത് തന്നെ ഇരിക്കുന്നു. പെയിന്റിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഗൈസ്, നമ്മൾ ഫുൾ ഗ്രീൻ കളറാണ് ഫുൾ അടിച്ചേക്കുന്നത്. 3 സൈഡ് ഗ്രീനും മുകളിലും ഗ്രീനാണ് അടിച്ചേക്കുന്നത്. അവസാനം ഫൈനൽ കാണുമ്പോൾ നമ്മൾ റൂമിനകത്ത് ആദ്യം സെറ്റ് ചെയ്യുന്നത് എന്താ, ബെഡ്. നമ്മൾ ആദ്യം ബെഡിലോട്ട് പോവാം. ഗൈസ്, നമ്മുടെ ബെഡ് എത്തി. തലവേദന മയങ്ങി വീഴുമ്പോ വിചാരിച്ചപ്പോ ഇങ്ങനെയല്ല നടന്നു വരുന്നത്. അശ്വതിക്ക് ബെഡിൽ കിടക്കാൻ കിടക്കാ. എല്ലാരെയും നമ്പാതീങ്ക, അത് ரொம்ப danger. ഓ ഏസാ രുദ്രസ അങ്ങനത്തെ നബി കാബോണ്ട്ര. പെയിന്റ് അടിച്ചപ്പോ ഇവിടെ ഒരു അധികപ്പറ്റായിട്ട് വന്നിക്കണി. പറഞ്ഞല്ല അവൾക്ക് വേണ്ടി റൂം സെറ്റ് ചെയ്യുമ്പോ ബാക്ക് ഒന്ന് ഒളിച്ചിരിക്കണ ഇങ്ങനെ. ചേച്ചി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരു നല്ല മനസ്സായിട്ട് ഇവിടെ ഒന്ന് നിന്നതായിരുന്നു. നമസ്കാരം. നല്ല മനസ്സിന് ഉടമ. ആ ശരി, നീ നമ്മള് ബെഡ് സെറ്റ് ചെയ്ത്, ബെഡ് നല്ല സ്മൂത്ത് ആണോ നോക്കണം. കൊള്ളാം ഗൈസ്, നല്ല നല്ല ജമ്പുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഫുള്ള് ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ 2 ലെയർ കട്ടനാണ് ഇടാൻ പോകുന്നത്. കണ്ടുണ്ടോ അബി 2 ലെയർ കട്ടൻ? കണ്ടിട്ടുണ്ടോ? ഹയാത്ത് അശ്നേച്ചിക്ക് മിനി ഹയാത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് അറിയാമോ? രാവിലെ ആണെങ്കിൽ ഇത് മാത്രം തുറന്നാൽ മതി. ഇത് ഇട്ടാൽ നമുക്ക് അകത്തിട്ട് വെളിച്ചം വരും. ഗൈസ്, അടുത്ത് നമ്മൾ ബെഡിന് അടുത്തുള്ള 2 സൈഡിലുള്ള ബെഡ് ടേബിൾ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മള് പില്ലോ എല്ലാം സെറ്റ് ചെയ്തു. ബെഡ് ഏകദേശം ക്ലിയർ ആയി ഗൈസ്. ഇപ്പം തന്നെ നല്ല ക്ലീൻ ആയി ബെഡ്.
ക്ലീൻ അതെങ്ങനെ ഇത്ര ക്ലീൻ ആയിട്ട് കിടക്കുമ്പോ ഇല്ലേ കിടന്നിട്ട് ഇങ്ങനെ എസ്തറ്റിക് ആയിട്ട് വെക്കാബി. നമ്മളില്ലേ ഒരു കിട്ടില്ല 2 പില്ല വാങ്ങിച്ചു. ഈ ബെഡ് കേട്ടാ നൈസ് ബെഡ്. മറ്റേ നമ്മള് പിൻട്രസ്റ്റിലൊക്കെ കാണത്തില്ലേ, കറക്റ്റ് ആ മൂഡാണ് ഇപ്പൊ നിക്കുന്നത്. ഗൈസ് നമ്മളിപ്പോ കണ്ണാടിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അശ്നേഷ് റൂമിൽ ഒരു നല്ലൊരു മിറർ. ഇന്നലെ രാത്രി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അശ്നൻ അവിടെ റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അശ്നൻ സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് നമ്മളൊരു ബെഡ്റൂം സെറ്റാക്കി. സത്യം പറഞ്ഞാൽ വെറുത്ത സാധനം. അശ്ന കണ്ട ഇങ്ങനെ ആവും ആ സാധനം. ഡ്രീം ബെഡ്റൂം മരണാബി പരിപാടി. നമ്മളൊരു വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് വരുമെന്ന്. നീ വിചാരിച്ചില്ല. എടുത്ത പെയിന്റ് ഇച്ചിരി മാറിപ്പോയി. അതൊക്കെ നമ്മള് ടാലിയാക്കും. എങ്ങനെ അശ്നേച്ചി പെയിന്റ് അടിക്കുന്നുണ്ട്. പെയിന്റ് അശ്നേച്ചിക്ക് അറിയാം, പക്ഷെ അശ്നേച്ചിക്ക് അറിയത്തില്ല നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളിൽ എന്തൊക്കെയാണ് വച്ചെന്നുള്ളത്. കാരണം മുന്നേ റൂം ഫുള്ള് കാലിയായിട്ടാണ് കിടന്നത്. പക്ഷെ ഇപ്പൊ അത് അങ്ങനെയല്ല. ഇന്ന് ബെഡ്റൂമിൽ കിടക്കാം. ഇന്നലെ ആഗ്രഹിച്ചിരുന്നു ഇന്ന് രാത്രി കഴിയുമ്പോ ഞാൻ ഇവിടെ കിടക്ക്. പക്ഷെ അശ്നക്ക് ഇന്നലെ അവിടെ കിടക്കാൻ പറ്റില്ല. ചേച്ചി വാവ് അടിക്കും. വാവ്. ഞങ്ങളാണ് അത് ചെയ്തത്. അപ്പൊ ഏത് രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്? നമ്മൾ അശ്ന ഇങ്ങനെ കാണുന്നോ നമുക്ക് നോക്കാം. അങ്ങനെ കാണുന്നു നിങ്ങൾ, അങ്ങനെ കാണുന്നത്. പക്ഷെ റൂമിൽ അങ്ങനെ കാണാൻ ചേച്ചിക്ക് അറിയാമല്ല, ഒരു ദിവസം നമുക്ക് എടുത്താൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ദിവസത്തില് എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നേ. ഒരു ദിവസത്തില് നിങ്ങള് നല്ല കഷ്ടപ്പെട്ട് കഴിച്ചു. ഇന്നലെ ഞാനൊക്കെ നോക്കാം. നമുക്ക് അശ്വനെ കണ്ണ് കെട്ടി കൊണ്ടുപോകണോ? കണ്ണ് കെട്ടത് റൂം അടച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഉള്ളിൽ നിൽക്കുക. ചേച്ചി ഇങ്ങനെ തുറന്ന് വരും വാതിൽ. എങ്ങനെ നിന്റെ അമ്മൂമ്മയുടെ ബിനാലെ ആവൂലേ? ആ സിനിമയാണെന്ന് മനസ്സിലായ കമന്റ് വീഡിയോ. വെരി 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 റെഡി റെഡി ഗെറ്റ് റെഡി. ഈ കർട്ടനൊക്കെ മാറ്റിയോ? നല്ല കുളിർന്നേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഡ്രീം ബെഡ്റൂം. ഈ പോഷൻ ഇഷ്ടപ്പെട്ടോ? ഇത് ഈ പോഷനും കൊള്ളാം. ഒരു കാര്യം, ഈ പോഷൻ നീ എടുക്കും, ഈ പോഷൻ എനിക്ക് താ. നീ ഇവിടെ നീ ഒരു സൈഡ് കണ്ടാ മതി. നിന്നെ ഇതിലെടുത്താ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ ചായ എന്ന് പറഞ്ഞ് ഇതിലിരുന്ന് കുടിക്കണം. ഇപ്പൊ ഒരു ബെഡ്റൂം വൈസ് നോക്കും. ഞാൻ ഇന്നലെ മൊത്തം ഈ പച്ചയുടെ ഒരു ഷെയ്ഡ് അടിക്കുക അല്ലാതെ എനിക്ക് ഇവിടെ എന്ത് നടക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം. ഓ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് ഇത്രയും വലിയ റൂമാണെന്ന് ഇതാക്കൂലല്ലേ? ഇതിൽ ഞാൻ എവിടെ കിടക്കും? കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എവിടെ എല്ലാം നിനക്ക് വേണ്ടി വാങ്ങിച്ചത് അശ്ന. ഈ പെയിന്റിങ്സ് ഒക്കെ കൊള്ളാം. ആ എസ്തെറ്റിക്കുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ആ വാളും ഒരു എല്ലാം ഒരു പോസിറ്റീവ്, ഒരു ഗ്രീനറി. നിനക്ക് ഈ പോസ്റ്റർ ഒക്കെ ഇഷ്ടപ്പെട്ടാ? ഈ എല്ലാ പോസ്റ്റേഴ്സും ഇഷ്ടപ്പെടാത്ത നീ കൊണ്ടാവാ പോള്. അതെല്ലാം നമ്മുടെ ഒരു നിങ്ങൾ അതുവരെ ആലോചിച്ചല്ല ഗൈസ്. ഒരു ബെഡ്റൂം ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മിറർ, ഇമ്പോർട്ടന്റ് ലാമ്പ്. അയ്യോ, ഞാൻ പറഞ്ഞ ആകെ ഒരു ആവശ്യം പറഞ്ഞത് അവിടെ ഇതായിരുന്നു ഗൈസ്. എന്റെ ആവശ്യം രാത്രി ഉറങ്ങാൻ ഒരു ചെറിയ ബെഡ് ലൈറ്റ്. ഇത് കൊള്ളാം, നൈസ്.
ഇവര് ഇന്നലെ രാവിലെ തൊട്ട് ഇന്നലെ രാത്രി മൊത്തം ഇത് ഇരുന്ന് ചെയ്ത് Paint തൊട്ടില്ല. 2-3 മണി വരെ പെയിന്റ് അടിച്ച് ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എന്നെ കയറ്റിയില്ല. അത് വേറെ കാര്യം. അതിനൊരു കയ്യടി ഒരു കയ്യടി കൊടുക്കാം. ഞാൻ കയ്യടിക്കാറുണ്ട്, അവര് സ്വന്തമായിട്ട് കയ്യടിച്ചു. പിന്നെ ഓക്കെ, നീ 10 എത്ര റേറ്റിംഗ്? 10 10. ചേച്ചി നമ്മളെ തവള കൂട്ടൻ എങ്ങനെയുണ്ട്? തവള അത് കൊള്ളാം കേട്ടോ. ആ എസ്തെറ്റിക് വേണ്ടി മാച്ച് ആവണം. നമുക്ക് ഇത്ര ഒരു ദിവസത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമ്മുടെ ക്യാപ് ഡിസൈൻസ് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടുത്തെ ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഇതുപോലെ ഡിസൈനും കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ് ഡിസൈൻസ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ജിത്തുച്ച വന്ന് ഈ റൂം നീ എടുക്കോ ജിത്തുച്ച എടുക്കോ? ഞാൻ നിങ്ങൾ എനിക്ക് തന്നെയാണ് ജിത്തു ചാരി വേണ്ടിട്ടാണ് ചെയ്യുന്നത്. അഷ്ടയുടെ റൂം മാത്രമേ പേരുള്ളൂ, ഇത് ജിത്തുച്ചാന്റെ റൂം. അതിനോട് ഞാൻ എടുക്കുന്നു വലിയ കണ്ണാടിയൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ തല വെളിയിൽ കിടക്കുന്നു. കുഴപ്പമില്ല കുറച്ച് ബാക്കിൽ സെറ്റ് ആക്കുക നമ്മള്. എല്ലാം നമ്മള് ക്ലയന്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാ? ബാക്കിയെല്ലാം എവിടെ ഞാൻ കരയാനാ? ഇല്ല, അശ്നേച്ചി കേടോ ഇവിടെ കേടോ കട്ടിലെത്തണം നോക്കട്ടെ. എന്റെ കൂടെ പറയുന്നതാ. ഇന്ന് രാവിലെ നമ്മൾ അവിടെ കിടന്ന് ഇവിടെ നിന്ന് ഒരാളുടെ കാൽ വെളിയിൽ കിടക്കുന്നു. ഇവിടെ വരെ എത്തും. ഓ കാലിവിടെ വരെ എത്തും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ രാത്രി ഉറങ്ങത്തില്ലേ? ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചാൽ ഞാൻ ഞെട്ടി എണീക്കില്ല. രാത്രി 1-2 സാധനം ഉറക്കത്തെ എഴുന്നേറ്റ് പോസ്റ്റർ കാണും.